ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും പുതിയ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് എവിക്ഷൻ വീഡിയോ ആണ്. അതായത് ലാലേട്ടൻ വന്നതിന് ശേഷം എവിക്ഷനിൽ വന്ന എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ 100 ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ ലാലേട്ടൻ ആദ്യം പറയുന്നു, അക്ബർ നിങ്ങൾ സേഫാണ്, ഇരുന്നോളൂ എന്ന് പറയുന്നു. അങ്ങനെ അക്ബർ ഇരിക്കുന്നു. അതിനുശേഷം അനീഷിനോട് ചോദിക്കുന്നു എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു, ലാലേട്ട എനിക്കിവിടെ നിൽക്കണം, ലാലേട്ട നിൽക്കാൻ ആഗ്രഹം എന്ന് പറയുന്നു. അപ്പോൾ യു ആർ സേവ്ഡ് അനീഷ്, നിങ്ങൾക്കും ഇരിക്കാമെന്ന് പറയുന്നു. അടുത്ത് നിൽക്കുന്ന ഷാനവാസ് നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ, അയാളെയും ഇരുത്തണം എന്ന് തോന്നുന്നുണ്ടോ എന്ന് അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു പിന്നെ ഇരുത്തണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനീഷ് ഷാനവാസിനെ ഇരുത്തുന്നുണ്ട്. ബാക്കി അവിടെയുള്ള 3 പേർ, അതായത് നെവിൻ, ആദില, ആകാശ്, സൗമാൻ, ഇവരെ 3 പേരെ കാര്യം ബിഗ് ബോസ് തീരുമാനിക്കും എന്ന് പറഞ്ഞ് ലാലേട്ടൻ അകത്തേക്ക് പോകുന്നു. അതിനുശേഷം ഇവരെ 3 പേരെയും കണ്ണ് കെട്ടി പ്രധാന വാതിലിൻ്റെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നു, ഈ 3 പേരിൽ ഒരാൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലോട് വിട പറയും, 2 പേർ മാത്രമായിരിക്കും ഫിനാലെ വീക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞതിന് ശേഷം ആ വാതിൽ അടയുകയാണ്. ആ വാതിൽ തുറക്കുമ്പോൾ 2 പേർ മാത്രമേ അകത്ത് കയറുകയുള്ളൂ. അത് ആദിലയും നെവിനുമായിരിക്കും. സാബുമാൻ ബിഗ് ബോസ് വീട്ടിനോട് എന്നേക്കുമായി വിട പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തും. ഇതാണ് കാണിക്കുന്ന ഒരു പ്രൊമോ. അതിലിപ്പോൾ സാബുമാൻ ഔട്ടാകുന്ന പ്രൊമോയിലില്ല. ഈ 3 പേര് വെളിയിൽ നിൽക്കുമ്പോൾ വാതിൽ അടയുന്നത് മാത്രമേ പ്രൊമോയിലുള്ളൂ. സാബുമാനായിരിക്കും ഔട്ടാവുന്നത്. സാബുമാൻ ലാലേട്ടൻ്റെ അടുത്ത് എത്തും എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും ബിഗ് ബോസ് നിന്നും ഒരാൾ കൂടി ഔട്ടായിരിക്കുകയാണ്. ഇനിയുള്ള 7 പേരുമായിട്ടാണ് ഫിനാലെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതിലൊരാളെ മിഡ് വീക്ക് എവിക്ഷനായിട്ട് പുറത്താക്കുമെന്ന് പറയുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിൽ അറിയിക്കാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.